രണ്ട് വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡിസൈനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടിൻ്റെയും വെയിറ്റ് വന്നിട്ട് 1/2 kg ആയിരുന്നു. അപ്പോൾ രണ്ടിൻ്റെയും ഡിസൈൻ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇടയ്ക്ക് ഇതേപോലെ ബോർഡ് നനഞ്ഞ് കുതിർന്ന് കിട്ടുന്ന പോലത്തുള്ള ഒരു ടൈപ്പിലുള്ള ബോർഡ് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് 1/2 kgയിലും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ചെയ്തിട്ടുള്ളത് ഒരു 1.5 kg ആണെന്ന് തോന്നുന്നു. അതേ 1 kg അങ്ങനെയുള്ള ബോർഡും അതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിക്കവാറും ബോർഡിലേക്ക് അധികം ഷുഗർ സിറപ്പ് വീഴാത്ത രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്യാറുണ്ട്. എന്നാലും 1-2 തുള്ളി വീഴുന്നതാണ്. ഇത് സ്പ്രെഡായിട്ട് ഒരുപാട് അങ്ങ് വീണ പോലെ അങ്ങ് ആയി പോകുന്നതാണ്. മാക്സിമം ഞാൻ വീഴാതെ ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ വീഴുന്നത് ഞാൻ ബാക്ക് സൈഡിലോട്ടാണ് ആ ഭാഗം ആക്കി കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതേപോലെ വൈറ്റ് ക്രീം കൊണ്ടാണ് 2 കേക്കും കവർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും കവർ ചെയ്തെടുത്ത ശേഷം ഇതേപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡിലൊരു ലൈൻ പോലെ കൊടുത്തിട്ട് പിന്നെ ബോർഡറും കൂടി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഓയിൽ ബ്രഷ് വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ടോപ്പ് ഭാഗത്ത് കൊടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനതിൻ്റെ ഫ്രണ്ടും ബാക്കും ഏതാണെന്ന് കറക്റ്റ് നോക്കി ഒന്ന് സ്പേസ് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ ഒരു സൈഡിൽ ഒരു ഹാർട്ടിൻ്റെ ഒരു ഷേപ്പർ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ അതിനുള്ളിലേക്ക് ഫ്ലവർ ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഫ്ലവർ എവിടെയാണോ വരേണ്ടത് ആ ഭാഗത്തേക്ക് ഇങ്ങനെ എല്ലാ ലൈൻസും ഒരേപോലെ കൊണ്ടുവന്ന് അവിടെ ഒന്ന് മുട്ടിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരൊറ്റ ഭാഗത്തേക്ക് എല്ലാ സൈഡിൽ നിന്നും ഉള്ളത് ഇങ്ങനെ വലിച്ച് അവിടെ കൊണ്ടുവന്ന് ഒന്ന് മുട്ടിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഓയിൽ ബ്രഷ് കൊണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ ഫ്ലവർ വരുന്ന സമയത്ത് നമ്മൾ ജോയിൻ്റ് ഉണ്ടല്ലോ അതങ്ങ് കവറാവും. ബാക്കി എല്ലാ ലൈൻസും കൂടി ഇങ്ങനെ വന്ന് നിൽക്കുന്നത് പോലെ അതൊരു ഭംഗിയായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. എന്നിട്ട് റെഡ് ഫ്ലവറാണ് ഞാൻ ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് ക്രീം എടുത്തതിന് ശേഷം ഇതേപോലെ 2 ഡ്രോപ്പ് മാജിക് കളേഴ്സിൻ്റെ റെഡ് കളറാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിൻ്റെ ലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളറും കൂടി വേണം. അതും വേറൊരു ബൗളിൽ കുറച്ച് ക്രീം മാത്രമേ അതിനെടുത്തിട്ടുള്ളൂ. ഫ്ലവറിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതലും ലീഫിന് വേണ്ടിയിട്ട് അല്പവും അങ്ങനെയാണ് എടുക്കുന്നത്. അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ച ശേഷം ഹാർട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു ഷേപ്പറുണ്ട്. അതിൻ്റെ വലുതും ചെറുതും പിന്നെ അതിൻ്റെ ഏറ്റവും ചെറുതും അങ്ങനെ 3 അളവിലുള്ളതാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ ഏറ്റവും വലുതാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്. അത് വെച്ചൊന്ന് മാർക്ക് ചെയ്ത ശേഷം അതിനുള്ളിലാണ് ഈ ഫ്ലവർ കൊടുക്കുന്നത്. ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള നോസിലും കൂടി ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്.
അത്ര ആയപ്പോൾ ഈ കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടി ആ ഫ്ലവറിൽ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് വൈറ്റ് ഫോറസ്റ്റിലേക്ക് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മിക്കി മൗസിൻ്റെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് മിക്കി മൗസ് കേക്കായിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ 2 ചെവിയും ഒക്കെ ആയിട്ട് കേക്ക് കട്ട് ചെയ്ത് വെച്ച് അങ്ങനെ ആ ഒരു ഷേപ്പിൽ ഞാൻ മുമ്പ് ഒരു കേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുപോലെയൊക്കെ ചെയ്യാൻ ഈ ഹാഫ് kg നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പറ്റൂല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് കേക്ക് ചെയ്തിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ഒരു സാധാരണ നോർമൽ ഡിസൈൻ ചെയ്യാമെന്നുള്ള വിചാരത്തിലാണ് ഞാൻ കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നി ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്താലോ എന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു കേക്കിൽ ഞാൻ ഒരു ബാറ്റും ബോളും ചെയ്തത് ക്രിക്കറ്റ് തീം ചെയ്തില്ലേ, അതും എനിക്ക് പെട്ടെന്ന് വന്നൊരു ഐഡിയ ആണ്. അതേപോലെ ഇതിലും ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഫോണ്ടൻറ്റിൽ ഒന്ന് വരച്ച് വെച്ചാലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ സ്കിൻ കളറിൽ കുറച്ച് ഫോണ്ടൻറ്റ് ഇതേപോലെ പരത്തി എടുത്തിട്ട് ആ ഒരു ഷേപ്പ് ഞാൻ ഗൂഗിളിൽ കയറി ഒന്ന് ഒരു ഫോട്ടോ സെർച്ച് ചെയ്ത് എടുത്തതിന് ശേഷം അതിൽ നോക്കിയിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ബ്ലാക്ക് കളർ ഞാൻ ആദ്യം വിചാരിച്ചു ബ്ലാക്ക് ഫോണ്ടൻറ്റ് ഇതേപോലെ കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. പിന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ആ ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, അത് ബ്ലാക്ക് കളറുണ്ടല്ലോ, കളറൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അതേ മോഡലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയെല്ലാം ഇതേപോലെ വരച്ചു കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഞാൻ ആ ബ്ലാക്ക് മാത്രം വരച്ചിട്ട് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഞാൻ ഫുള്ള് ചെയ്തിട്ട് എടുത്ത് വെക്കുമ്പോൾ എനിക്ക് തോന്നി അത് നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ ചിലപ്പോൾ കയ്യിൽ കളറോ വല്ലതോ ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്രമാത്രം ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ കേക്കിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടാണ് ബാക്കിയെല്ലാം വരച്ചു കൊടുക്കുന്നത്. തെറ്റിപ്പോയാലെന്നൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കേക്കിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് മാറ്റണമല്ലോ, അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ അതിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ബാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നയം എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സ്പേസ് കണക്കാക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തതെന്ന് അറിയാമോ, ഇത് കുറച്ച് താഴേക്ക് നീക്കി വെച്ച് കൊടുത്തിട്ട് മുകൾ വശത്ത് നയം എഴുതി കൊടുക്കാം. അങ്ങനെയാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ട് ഇങ്ങനെ കുറച്ച് താഴോട്ടായിട്ട് ഇത് വെച്ച് കൊടുത്തത്. പക്ഷേ ഞാൻ പിന്നീടാണ് ആലോചിച്ചത് അതിൻ്റെ ചെവി കുറച്ച് വലുതാണല്ലോ, ആ ചെവി 2 വന്നപ്പോഴത്തേക്കും എനിക്ക് അവിടെ സ്പേസ് ഇല്ലാതായിപ്പോയി. ആദ്യം ഞാൻ പക്ഷേ ആ ചെവിയുടെ കാര്യം ഞാൻ ഓർമ്മിച്ചതേയില്ല. അത് ഞാൻ ഫോണ്ടൻറ്റിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, ബ്ലാക്ക് ഫോണ്ടൻറ്റിൽ തന്നെയാണ്. പക്ഷേ അപ്പോൾ രണ്ടും തമ്മിൽ ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം ഫോണ്ടൻറ്റിൻ്റെ കളറും നമ്മുടെ ബ്രഷ് ചെയ്തിട്ടുള്ള കളർ തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ചെവി അവിടെ വന്നപ്പോഴത്തേക്കും പിന്നെ അവിടെ നയം എഴുതാനുള്ള സ്പേസ് ഇല്ല. പിന്നെ താഴ്വശത്ത് നോക്കിയപ്പോൾ കുറച്ച് സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെയാണ് നയം എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ. കേക്ക് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ആ ഷേപ്പിൽ തന്നെ എഴുതിയാലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തെന്ന് അറിയാമോ, അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ നിർത്തുന്നത് ചിലപ്പോൾ ഒരു സൈഡിലോട്ടായി പോകും ഫുള്ള് ലെറ്ററും. അങ്ങനെ വരുന്നതുകൊണ്ട് ഞാൻ ബർത്ത്ഡേ സെൻറ്ററിൽ എഴുതിയിട്ട് പിന്നെ നൈം അപ്പുറത്തെ സൈഡിലും ഹാപ്പി ഇപ്പുറത്തെ സൈഡിലും അങ്ങനെ എഴുതി വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് കറക്റ്റ് ഒരേപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് മുതൽ എഴുതി തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ അങ്ങോട്ട് പോകാം, ചിലപ്പോൾ കുറച്ച് കൂടുതൽ ഇങ്ങോട്ടും വരാം. അതൊരു ഷേപ്പ് വ്യത്യാസം അത്ര ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സെൻറ്ററിൽ ആദ്യം ബർത്ത്ഡേ എഴുതി കൊടുത്തിട്ട് 2 സൈഡിലായിട്ട് ബാക്കി എഴുതി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇതേപോലെ അത്രമാത്രം ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതേപോലെ ഒരു റൗണ്ട് ഉണ്ടാവുമല്ലോ ആ മിക്കി മൗസിൻ്റെ ആ ഒരു ഇതിൽ, ഇതേപോലെ റെഡ് കളറിലെ റെഡും ബ്ലാക്കും ഉണ്ട്. പക്ഷേ ഞാനിവിടെ ബ്ലാക്ക് ചെയ്യുന്നില്ല, റെഡ് മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഞാൻ എന്തെന്നറിയാമോ, ആദ്യം ബാക്ക് സൈഡിൽ ചെയ്ത് നോക്കി. അത് ചെയ്യുമ്പോൾ ഒരു ഭംഗിയില്ലാന്ന് തോന്നുകയാണെങ്കിൽ ബേക്കാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ, അതെടുത്ത് മാറ്റിയതിന് ശേഷം അവിടുത്തെ ക്രീം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ബേക്കിൽ ചെയ്ത് നോക്കിയത്. ബേക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നിയതുകൊണ്ട് പിന്നെ ഞാൻ ഫുള്ളായിട്ട് ടോപ്പിലും സൈഡിലും ഒക്കെ ഫുള്ളായിട്ട് അത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മിക്കി മൗസാണ് മനസ്സിൽ ഉദ്ദേശിച്ച് ചെയ്തതെങ്കിലും ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് ചെറിയൊരു മങ്കിയുടെ ഒരു ഷേപ്പും കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതായിട്ട് എനിക്ക് ഫോട്ടോ കണ്ടപ്പോൾ തോന്നി. പക്ഷേ കേക്കിലിരുന്ന സമയത്തൊന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല. ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടൊരു ചെറിയൊരു മങ്കിയും കൂടി ആയിപ്പോയതുപോലെ തോന്നി. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും അതും കൂടി ഒന്ന് കമൻ്റായിട്ട് അറിയിച്ചേക്കണേ.